നിങ്ങളെ കുട്ടി ഗെയിം കളിക്കുന്ന കുട്ടിയാണോ? അങ്ങനെയാണ് ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെട്ട കുട്ടിയാണോ? എങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ കൊണ്ട് നിർബന്ധമായും ഈ ഗെയിം കളിപ്പിക്കുക. ഭാവിയിൽ ഈ കുട്ടിക്ക് ഇത് ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നിങ്ങൾ ഈ ഗെയിം കളിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കോയിൻ ബേസിൽ ഒരു അക്കൗണ്ട് തുടങ്ങുക. കോയിൻ ബേസിൽ നമ്മൾ ഇമെയിൽ വെച്ചിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങുക. എന്നിട്ട് ഈ ഗെയിം കളിക്കുമ്പോൾ കിട്ടുന്ന ബിറ്റ് കോയിൻ, അതായത് ഈ ഗെയിമിൻ്റെ പേരാണ് ബ്ലിങ്. ഇതാ ബ്ലിങ് ഡോഗിയല്ല, ബ്ലിങ് ബ്ലിങ് എന്ന് മാത്രം അടിക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്ന ഇതാണ് ബ്ലിങ്. അപ്പോൾ ഈ ബ്ലിങ് ആണ് നമ്മളിതാ 1 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട്, ഏകദേശം ലുലുമാളുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ. ഇത് കണ്ടോ, നമുക്കിപ്പോൾ ഇത്രയും ബിറ്റ് കോയിന് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈ നിങ്ങളുടെ കുട്ടി ഓരോ പ്രാവശ്യം ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഇത്ര ബിറ്റ് കോയിന്, അതായത് 5000 സതോഷീസ് ബിറ്റ് കോയിന് നിങ്ങൾക്ക് മൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് മൈൻ ചെയ്യണമെന്നില്ല, ഒരു 3 ദിവസം കൊണ്ട് മൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ഉറുപ്പിക കിട്ടും. നിങ്ങളുടെ കുട്ടി ഒരു 4-5 മാസമൊക്കെയാണ് ഇരുന്ന് കുറേ മാസം ഗെയിം കളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം നിങ്ങളുടെ കുട്ടിക്ക് ബിറ്റ് കോയിൻ സതോഷീസ് തന്നെ ഒരു നല്ലൊരു എമൗണ്ടിൽ അല്ലെങ്കിലും ഒരു ചെറിയ എമൗണ്ടിലുള്ള ബിറ്റ് കോയിൻ സതോഷീസൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് വെറും ചിലപ്പോൾ നിങ്ങളുടെ കുട്ടി കളിച്ചിട്ട് ചിലപ്പം കിട്ടിയത് 100 രൂപയൊക്കെ ആയിരിക്കും. 2 മാസം 3 മാസമൊക്കെ 2 മാസം കളിച്ചിട്ടൊക്കെ കിട്ടിയത് 100 രൂപയായിരിക്കും. ബട്ട് കോയിൻ ബേസിൽ 24 രൂപ മുതൽ 11 രൂപ വരെയുള്ള ക്രിപ്റ്റോ കറൻസികൾ ലഭ്യമാണ്. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. ANKR എന്നൊക്കെ പറഞ്ഞ ഇതുണ്ട്, ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ബ്ലിങ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ നിങ്ങളാദ്യം കോയിൻ ബേസിൻ്റെ അക്കൗണ്ട് ലിങ്ക് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് കോയിൻ ബേസിലേക്ക് നിങ്ങളുടെ കോയിൻ ലിങ്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളുടെ കുട്ടി ഇപ്പം ഗെയിം കളിച്ചിട്ട് കിട്ടുന്നത് 100 രൂപയാണ്. ഒരു 3 മാസം 4 മാസമൊക്കെ കളിച്ചിട്ട് കിട്ടുന്നത് 100 രൂപയാണെങ്കിലും അത് ബിറ്റ് കോയിനാണ്. ഇത് എവരി സതോഷി നാക്കോമോട്ടോ പറഞ്ഞിട്ടുള്ളത് ഒരൊറ്റ സതോഷീസ് കയ്യിലുള്ളവൻ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ശൃംഖലയുടെ ഭാഗമാണെന്നാണ്. അപ്പോൾ ചുരുക്കി പറയുന്നുണ്ടെങ്കിൽ, അപ്പോൾ 5000 സതോഷീസ് നിങ്ങളെ മകന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ ഭാവിയിൽ ഒരു ബിറ്റ് കോയിൻ ശൃംഖലയുടെ ഒരു വലിയൊരു ഭാഗവും കൂടിയാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്ന് അന്ന് വെറും 5 രൂപയ്ക്ക് കൊടുത്തിരുന്ന ബിറ്റ് കോയിൻ പിന്നീട് 7 ലക്ഷമായി. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ 45 ലക്ഷമായി. ഇനി ഭാവിയിൽ അത് കോടികളായിരിക്കാം. ചിലപ്പം 1 കോടി 2 കോടി ആയിരിക്കില്ല, ചിലപ്പോൾ 100 കോടിയായിരിക്കും അതിൻ്റെ വില. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ്. വെറുതെ മറ്റു ഗെയിമുകളൊക്കെ കളിച്ച് സമയം കളയുന്ന നിങ്ങളുടെ കുട്ടിക്ക് അത് ഭാവി ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ കിട്ടുമ്പോൾ അതൊരു നല്ല കാര്യമാണ്. കുട്ടിക്ക് കിട്ടുന്ന 100 രൂപയാണെങ്കിൽ ആ 100 രൂപയ്ക്ക് ഏകദേശം ഞാൻ പറഞ്ഞ പോലത്തെ 10 രൂപയുടെ 11 രൂപയുടെ കുറഞ്ഞു വന്നാൽ 22 രൂപയുടെ ഒക്കെ കോയിൻസ്, ഈ ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിയിട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ട്രേഡ് ചെയ്തിട്ട് കിട്ടിയ ബിറ്റ് കോയിൻ നമ്മളിപ്പോൾ ആ 22 രൂപയുടെയും 11 രൂപയുടെയും കോയിനാക്കിയിട്ട് മാറ്റിയിട്ട് അവിടെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ ഒരു 4 മാസമോ ചിലപ്പോൾ 2 മാസമോ ചിലപ്പോൾ പിറ്റേത്തെ ദിവസമൊക്കെ അതിന് ചിലപ്പോൾ കോടികളോ ലക്ഷങ്ങളോ ആയിരങ്ങളോ 10,000ങ്ങളോ ആയിരിക്കും വില. അപ്പോൾ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നിങ്ങളെ കുട്ടിക്കൊരു നല്ലൊരു വയസ്സ് തിരിച്ചറിവ് എത്തുന്ന പ്രായമാകുമ്പോഴത്തേക്കും അവൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു നല്ലൊരു ക്രിപ്റ്റോ കറൻസി നിക്ഷേപം ഉണ്ടാവും. കാരണം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന ക്രിപ്റ്റോ കറൻസികൾ നിങ്ങൾ ഏറ്റവും ഇപ്പം മാർക്കറ്റിൽ റേറ്റ് കുറഞ്ഞ ഏതെങ്കിലും കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കുക ഈ കോയിൻ ബേസിൽ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന കോയിന് ഭാവിയിൽ ചിലപ്പം 1000, 10,000, 20,000, ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം 1.5 ലക്ഷം രൂപയൊക്കെ ആയാലും നിങ്ങൾക്കുള്ള കുട്ടിയുടെ കയ്യിൽ ഒരു 4 കോയിൻ ഉണ്ടെങ്കിൽ, കളിച്ചിട്ട് കിട്ടിയ 4 കോയിൻ ഉണ്ടെങ്കിൽ ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപയാവും. ചിലപ്പോൾ ആ കോയിന് ഇതേപോലെ 45 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും വാല്യൂ ഉണ്ടാവുക മാർക്കറ്റിൽ. അപ്പോൾ അതൊരു വലിയൊരു കാര്യമല്ലേ, കുട്ടിയുടെ ജീവിതം സെറ്റായല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ പരമാവധി നിങ്ങൾ ഇതൊക്കെ ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ ഒരു അനിയൻ്റെ കയ്യിലുള്ള ഒരു കോയിൻ ബേസ് അക്കൗണ്ടിൽ ഉള്ളത് ഏകദേശം അവൻ്റെ കയ്യിൽ